അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഫ്ലവറാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇവിടുന്ന് ഒരു ത്രെഡ് എടുക്കാം. ഞാനിവിടെ നൈലോൺ ത്രെഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ത്രെഡിൽ നമ്മൾ സീക്വൻസ് ഉണ്ട്, അല്ലാണ്ട് ഇതുപോലത്തെ ഗോൾഡൻ കളർ സീക്വൻസ് നമ്മൾ ഇടും. ഇതൊരു റൗണ്ട് ഷേപ്പിൽ എടുക്കണം. ആദ്യം ഇവിടുന്ന് ത്രെഡ് എടുത്തു, അതിന് ശേഷം നമ്മൾ അതിൻ്റെ നേരെ താഴെ ഭാഗത്ത് 2 സ്റ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇവിടുന്ന് നേരെ തൊട്ടടുത്ത് തന്നെ മുകളിലേക്കും ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മളൊരു റൗണ്ട് ഷേപ്പ് ആക്കി കൊണ്ടുവരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളറ് സീക്വൻസ് കൊടുക്കാം. ഇവിടെയും 2 സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് തൊട്ടടുത്ത് മേളിലേക്ക് പോവാം, അവിടെയും 2 സ്റ്റിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നടുക്കാണെങ്കിൽ ഇതുപോലത്തെ ക്ലിപ്പ് സ്റ്റോൺസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നടുക്ക് ക്ലിപ്പ് സ്റ്റോൺസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ റെയിൻബോ ടൈപ്പുള്ള ചെറിയ കട്ട് ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പം ലീഫിന് വേണ്ടി ഞാൻ ഒരു 4 5 കട്ട് ബീഡ്സ് നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ നൈലോൺ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. 2 സ്റ്റിച്ച് കൊടുത്തിട്ട് നേരെ മേളിലേക്ക് പോവാം, അവിടെയും 2 സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അത് റിവേഴ്സ് എടുത്ത ശേഷം നമുക്ക് എത്ര കട്ട് ബീഡ്സ് വേണം, അപ്പം 2 3 കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് നേരെ റിവേഴ്സ് കൊണ്ടുവന്ന് ഇവിടെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയും 2 സ്റ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മേളിലേക്ക് പോവാം. മേളിലേക്ക് പോയ ശേഷം അവിടെയും 2 സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെയും താഴേക്ക് എടുക്കുക. വീണ്ടും ഇതുപോലെ 3 4 ബീഡ്സ് ആയിട്ട് ഇതിലെടുക്കുക. നേരെ റിവേഴ്സ് താഴേക്ക് വരിക. അതിന് ശേഷം ഇവിടെയും 2 സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ 2 ഫ്ലവേഴ്സാണ് കൊടുത്തേക്കുന്നത്. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ്. ഗോഡ് ബ്ലെസ് യു ഓൾ.